നിർഭൻ പറഞ്ഞ ഇന്നത്തെ ചോദ്യം പാർലമെൻ്ററി പാർട്ടി യോഗത്തിലെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നുള്ള വലിയ വിഷയം അത് തന്നെയായിരിക്കും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മാറ്റിക്കൊടുന്നാണ് നേരിടാൻ പോരുത് മുന്നണിയിലടക്കം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഒരു ഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു MLA ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പാർട്ടി അറിഞ്ഞില്ല, പാർലമെൻ്ററി പാർട്ടി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ പാർട്ടിയുടെ പ്ലാനിങ് എന്നുള്ള ചോദ്യം കൂടി വേറെ വരുന്നുണ്ട്. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നണിയും കോൺഗ്രസ് നേരിടാൻ പോകുന്ന ചോദ്യവും കുഴൽനാടന് വലിയ തരത്തിലുള്ള ഏണിയാകാൻ പോകുന്നതും ഈ ഒരു പ്രശ്നം തന്നെയായിരിക്കും. കാരണം ഇതിനകത്ത് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പോലും കുഴൽനാടൻ പെട്ടു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. കുഴൽനാടൻ വ്യക്തിപരമായ തകർച്ചയേക്കാൾ കഴിയും കുഴൽനാടന് മനസ്സിലായി പാർട്ടി വെട്ടിലായിപ്പോയി എന്നുള്ള കാര്യത്തിൽ. നേരത്തെ ഈ ആരോപണം ഒരുപക്ഷെ കോടതിയിൽ പോകാതെ അന്തരീക്ഷത്തിൽ നിർത്തി കാരണം മാധ്യമങ്ങളുടെ പിന്തുണയിൽ പരിലാളനയിലാണല്ലോ കുഴൽനാടൻ നിൽക്കുകയും വളരുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കുഴൽനാടനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ഈ വിഷയം. ഇങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയി അവിടെ 1.72 കോടി മേടിച്ചു, എക്സാലോജിക്ക് അങ്ങനെ കുറേ ഒരു പുകമറയാണല്ലോ പ്രശ്നത്തിൽ. എക്സാലോജിക്ക് അത് മേടിച്ചു, CMR അത് മേടിച്ചു, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ്. ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്തോ വലിയ സംഭവമാണ്, ഈ SFSO എന്തോ വലിയ സംഭവമാണ്. ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഈ ഡയറക്ടർ ബോർഡ് SFSO എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ ആദായനികുതി വകുപ്പിലെ ഡയറക്ടർമാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള സംഭവം. അതൊക്കെ എക്സാലോജിക്കിലെ വീടയെ കൊണ്ടുപെടുത്തുന്നു. അങ്ങനെ ഒരു മൊത്തത്തിലുള്ള പുകമറ. ഈ പുകമറ സൃഷ്ടിച്ച് നിർത്താമെന്നായിരുന്നു അന്ന് സതീശനും സുധാകരനോടൊക്കെ കരുതിയിരുന്നത്. അത് മൊത്തത്തിൽ ഈ കൊണ്ടുവന്നത് നീയെ കൊല്ലിച്ചതും ചാപ്പ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അത് തന്നെയാണ് കുഴൽനാടൻ ചെയ്തത്.